പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 30 ഹല്ലേലൂയ സ്തോത്രം തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ? കരം ഉയർത്തി പിടിച്ചോണ്ടൊന്ന് സ്തോത്രം പറഞ്ഞ്, കരം ഉയർത്തി പിടിച്ചോണ്ട് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ്, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നമ്മളെ അനുഗ്രഹിച്ചില്ലേ? ആ കരങ്ങൾ ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനോട് പറ, കർത്താവെ നന്ദിയോടെ സ്തോത്രം. രാത്രികാലം ഞങ്ങളെ അത്ഭുതകരമായി സൂക്ഷിച്ചതിന് സ്തോത്രം, സ്തോത്രം സ്തോത്രം. ഞങ്ങൾ ഉറങ്ങിയപ്പോഴും അങ്ങ് ഉറങ്ങാതെ ഞങ്ങളെ കാവൽ ചെയ്തതിന് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെയും രാത്രി ഞങ്ങളെ വിടുവിച്ചു. രാത്രിയിലെ ഭയത്തിൽ നിന്നും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ച ദൈവകൃപയ്ക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവാണല്ലോ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്. അങ്ങ് ഞങ്ങളെ താങ്ങി എഴുന്നേൽപ്പിച്ചതിന് സ്തോത്രം, സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജയത്തിൻ്റെ പകൽക്കാലമാകിയാൽ സ്തോത്രം. അത്ഭുതകരമായി ഞങ്ങളെ നടത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. അനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നൊക്കെയും ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ വിടുവിച്ച് അത്ഭുതകരമായി നടത്തുന്ന കൃപകളെ ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. 135 സങ്കീർത്തനം പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോവയുടെ ദാസന്മാരെ കർത്താവിനെ സ്തുതിപ്പീൻ. യഹോവയുടെ ആലയത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൻ പ്രാകാരങ്ങളിൽ നിൽക്കുന്നവരെ യഹോവയെ സ്തുതിപ്പീൻ. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ നാമത്തിന് കീർത്തനം ചെയ്യുവീൻ, അത് മനോഹരമല്ലോ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കാളികളാകണം കേട്ടോ. ആരും അശ്രദ്ധരാകാതെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാണ്. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, വാഴ്ത്തുവാൻ, പുകഴ്ത്തുവാൻ അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രായമുള്ളവർക്കായിട്ട് സ്തോത്രം, മധ്യവയസ്കർക്കായിട്ട് സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായിട്ട് സ്തോത്രം. ഇന്ന് ഈ ശബ്ദം ഇവർ കേൾക്കുമ്പോൾ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കണമേ, ദൈവകൃപ ഇവരുടെ മേൽ വ്യാപരിക്കണമേ. ആത്മാവിൻ്റെ ശക്തിയും സാന്നിധ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ ഇടവരട്ടെ. രോഗികൾ ഇപ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രത്യേകിച്ച് തലയ്ക്കകത്തുള്ള വലിയ ഭാരം യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് യു ജീസസ്. ശ്വാസമെടുക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ട് മാറി സ്വസ്ഥമാകട്ടെ. ആരോഗ്യവും സൗഖ്യവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഷോൾഡർ പെയിൻ, കൈ പൊക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ആമേൻ, കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, യേശുവിൻ്റെ നാമത്തിൽ ആ ഷോൾഡർ ജോയിൻറ്റ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ആരോഗ്യം പ്രാപിക്കട്ടെ. അതുപോലെ ചുണ്ട് വിണ്ട് കീറി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദിവസങ്ങളായി ഹീലാകാതിരിക്കുന്ന ആ മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ആവശ്യങ്ങളിൽ കഴിയുന്നവരുണ്ട്. ഈ പ്രാർത്ഥനയും ഉപവാസവും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇടവരട്ടെ. അവരുടെ സാമ്പത്തിക വിഷയങ്ങളിൽ, അവൻ ജോലിയുടെ ആവശ്യങ്ങളിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വലിയ വിടുതലുകൾ അയക്കുന്നതിന് സ്തോത്രം. അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ, ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അഭിഷക്തന്മാരെ മാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം, സംരക്ഷിക്കണം. അതുപോലെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിലും ഉപവാസത്തിലും പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആരോഗ്യം കൊടുക്കണം, പ്രത്യേക ശക്തി കൊടുത്ത് അനുഗ്രഹിക്കണം. ആമേൻ. ദൈവസന്നിധിയിൽ മാറിയിരിക്കുവാനുള്ള സാഹചര്യങ്ങളെ കർത്താവ് കൊടുക്കണം. കർത്താവിനോട് കൂടെ ഇരിക്കുവാനുള്ള ആമേൻ സാഹചര്യങ്ങളെ കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവുമാണ്. ഈ പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ മാസക്കാലം 6 മാസക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തിയത് ഓർത്ത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം.
പ്രത്യേകം ഓർപ്പിക്കുന്നു, നിങ്ങളെല്ലാവരും പങ്കാളികളാകണം, എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുക്കണം. വൈകിട്ട് ഇന്ത്യൻ സമയം 9:30 ആകുമ്പോൾ നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. പകൽക്കാലം കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുവാൻ ഈ ദിവസങ്ങൾ ഉപയോഗിക്കണം. നിങ്ങൾ ജോലിയിലാണെങ്കിലും നിങ്ങൾ തിരക്കിനിടയിലാണെങ്കിലും അല്പസമയങ്ങൾ ഒരു ടീ ബ്രേക്ക് എടുക്കുന്നത് പോലെ പ്രെയർ ബ്രേക്ക് എടുത്ത്, പ്രൈസ് ബ്രേക്ക് എടുത്ത് കർത്താവിൻ്റെ കൂടെ മാറിയിരുന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ഒരു അലാം മൊബൈലിനകത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ 2 മണിക്കൂർ കൂടുമ്പോൾ അല്പസമയം ഒന്ന് സ്തോത്രം പറയാനും വേദപുസ്തകം ഒന്ന് വായിക്കാനും. ഇന്നലെ പറഞ്ഞ പോലെ എഫേസ്യ ലേഖനം ആദ്യത്തെ 6 അധ്യായങ്ങളാണ്. ആ 6 അധ്യായവും ഒന്ന് വായിക്കുവാനൊക്കെ ആയിട്ട് സമയം നിങ്ങൾ വേർതിരിക്കണം. വെറുതെ ആഹാരം മാത്രം മാറ്റിവെക്കുന്നതല്ല ഉപവാസമെന്ന് പറയുന്നത്. നമ്മൾ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുകയാണ്, കർത്താവിനോട് കൂടെ വസിക്കുകയാണ്. അതിനായിട്ട് നിങ്ങളെ തന്നെ ഒരുക്കുക. കർത്താവ് നിങ്ങളെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മൾ ആഗ്രഹിച്ചാൽ ഏത് കാര്യവും നടക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മാറിയിരിക്കുവാനായിട്ട് ഒരു തീരുമാനമെടുത്താൽ കർത്താവ് അതിനുള്ള പ്രൊവിഷൻസ്, അതിനുള്ള പ്രത്യേക കൃപ കർത്താവ് തരും കേട്ടോ. നിങ്ങൾ എടുക്കുന്ന തീരുമാനമാണ് വളരെ വലുത്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത് നമുക്കെല്ലാം അറിയാം. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും, തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. ഈ ഉപവാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തെ നമ്മൾ ശിക്ഷിക്കുകയല്ല, നമ്മൾ വിശപ്പ് കൊടുത്ത് ഇങ്ങനെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പരിപാടിയല്ല. ഇത് നമ്മുടെ ആകത്തെ മനുഷ്യനെ ശക്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഉപവസിക്കുന്നത്. നമ്മൾ ഈ ഉപവസിക്കുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെതായ പലതിൽ നിന്നും നമ്മളെ ഡിസ്കണക്റ്റ് ചെയ്യും, മാറ്റിവെക്കും. എന്നിട്ട് ദൈവത്തിലേക്ക് കൂടുതൽ ട്യൂൺ ചെയ്യുവാൻ, ദൈവശബ്ദം കൂടുതൽ കേൾക്കുവാനായിട്ട് ഇടവരും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ പകൽക്കാലം പ്രാർത്ഥനയും വൈകിട്ടത്തെ മീറ്റിംഗ് മാത്രമല്ല, പകൽക്കാലം പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ജോലിയുടെ ഇടയിലും നിങ്ങൾക്ക് കിട്ടുന്ന ബ്രേക്ക് സമയങ്ങളെ കർത്താവിനോടുകൂടി ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും നിങ്ങൾ ചിലവഴിക്കണം. ആമേൻ. ഈ ഒരു മതപരമായ ചടങ്ങായിട്ട് ഇതിനെ കാണാതെ, ആമേൻ, ഇതിനെ ഒരു ദൈവം ഈ പുതിയ മാസത്തിലേക്ക് എന്നെ കർത്താവിനോട് അടുത്തിരിക്കുവാൻ കർത്താവ് വിളിക്കുന്ന ഒരു ഇൻവിറ്റേഷനായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കണം. എന്നിട്ട് എന്ത് പാടിക്കണം? അത് നമ്മുടെ ശക്തി പുതുക്കുവാൻ, ആമേൻ, ദൈവിക ഡയറക്ഷനുകൾ ലഭിക്കാൻ, ഈ പുതിയ സീസണിലേക്ക് നമ്മൾ അടുത്ത 6 മാസത്തിലേക്ക് കയറുമ്പോൾ അതിനാവശ്യമായ ഡയറക്ഷനുകളും അതിനാവശ്യമായ ബലവും പ്രാപിപ്പാൻ ഈ ഉപവാസം നിങ്ങളുടെ ജീവിതത്തിൽ സഹായകരമായി തീരട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മൊബൈൽ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ബാറ്ററി സ്ലോ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കും. അതുപോലെ നമ്മുടെ മനുഷ്യനും ആത്മീക ബലം ആവശ്യമാണ്. ആമേൻ. എന്തിന്? ദൈവിക പദ്ധതികളെ ക്യാരി ഔട്ട് ചെയ്യുവാൻ, ആമേൻ, കർത്താവ് ആഗ്രഹിക്കുന്ന പദ്ധതികൾ നമുക്ക് ചെയ്തെടുക്കുവാൻ എന്ത് വേണം? നമുക്ക് ആത്മീക ബലം വേണം. മൊബൈൽ ഓരോ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ മൊബൈലിന് ചാർജ് വേണമെന്ന് പറഞ്ഞതുപോലെ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കിയെടുക്കുവാൻ നമുക്ക് എന്ത് വേണം? നമുക്ക് അതിനുള്ള എനർജി വേണം, ആത്മീക എനർജി വേണം. അപ്പം അതിനു വേണ്ടി ഈ ഉപവാസവും പ്രാർത്ഥനയും ഒരു ദൈവിക പവറിൻ്റെ കൈമാറ്റം നമ്മുടെ ജീവിതത്തിൽ നടക്കും. യേശു 40 ദിവസവും ഉപവസിച്ച് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ നമുക്കറിയാം യേശു 40 ദിവസം ഉപവസിച്ചതിന് ശേഷമാണ് തൻ്റെ ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഇടവരുന്നത്. അതുപോലെ ഈ ദിവസങ്ങളിൽ നമ്മളും പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഇരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ നമ്മളെ സഹായിക്കും. അതുമാത്രമല്ല, നമ്മുടെ ആത്മീക മനുഷ്യൻ ശക്തിപ്പെടുന്നത് മാത്രമല്ല, ഭൗതികമായ വിടുതലുകൾ നടക്കും. നമുക്കറിയാം, ഉപവാസത്തിൽ നിന്ന് ആമേൻ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമ്പോൾ ദൈവിക വഴികൾ തുറന്നു വരുന്നത് കാണാൻ കഴിയും. ആമേൻ. ജോലി ലഭിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ദർശനങ്ങൾ ലഭിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്ത് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആമേൻ, എനിക്ക് ഉപവസിക്കാനുള്ള ശക്തി തരണം. ആമേൻ. അത് സന്തോഷത്തോടെ ഉപവസിക്കാൻ ദൈവം എനിക്ക് കൃപ തരണം. പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ ഉപവസിക്കാൻ കർത്താവ് കൃപ തരണം. ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള അങ്ങയോടുള്ള ദാഹവും, കർത്താവേ, എൻ്റെ ഉള്ളിലുള്ള അങ്ങയുടെ സാന്നിധ്യവും എനിക്ക് വർദ്ധിപ്പിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങയുടെ ശബ്ദം കൂടുതലായി കേൾക്കുവാൻ അങ്ങ് എനിക്ക് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതുപോലെ കർത്താവേ, എൻകൗണ്ടറുകൾ എൻ്റെ ലൈഫിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കേൾക്കണം. എന്നിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് കൂടുതൽ സമയം അമേൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാ ചെയ്യണം? മാറിയിരിക്കണം, കർത്താവിനോടുകൂടെ മാറിയിരിക്കണം. ഈ 4 ദിവസത്തേക്കിന് ഒരു സമയം സെറ്റ് ചെയ്യണം. ഇന്ന സമയം ഞാൻ പ്രാർത്ഥിക്കും, ഇന്ന സമയം ഞാൻ വേദപുസ്തകം വായിക്കും. ഒരു നോട്ട്ബുക്കൊക്കെ വെച്ച് കർത്താവിനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവവചനം ധ്യാനിച്ച് മുന്നേറുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണേ, 1, 2, 3
മീൽസ് അല്ലെങ്കിൽ ആഹാരം സ്കിപ്പ് ചെയ്യുക അല്ല നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ അകത്തെ മനുഷ്യനെ നിങ്ങൾ ശക്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ഉപവാസ സമയത്ത് നമ്മുടെ അകത്തെ മനുഷ്യൻ കർത്താവിനോട് പറയുക, എനിക്ക് മറ്റെല്ലാത്തിനേക്കാൾ ഉപരി അങ്ങാണ് എനിക്ക് വേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. ഈ ദിവസങ്ങൾ ദൈവിക അപ്പോയിൻമെൻറ്റുകളുടെ ദിവസങ്ങളായി മാറട്ടെ, വലിയ സാക്ഷ്യങ്ങളുടെ ദിവസങ്ങളായി മാറട്ടെ. ആമേൻ. വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസങ്ങളായി മാറട്ടെ, ഏഞ്ചലിക് വിസിറ്റേഷൻസ് ഉണ്ടാകുന്ന ദിവസങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ ശക്തി പ്രാപിച്ച് അടുത്ത 6 മാസക്കാലം ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് ഉപവാസ പ്രാർത്ഥനയിൽ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ മാറിയിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുക. വീട്ടമ്മമാരാണോ, നിങ്ങൾ ആ ജോലിയുടെ ഇടയിൽ മാറിയിരുന്ന് കർത്താവിനെ സ്തുതിക്കുക. നിങ്ങളെവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അല്പസമയം കർത്താവിനോട് കൂടെ മാറിയിരിക്കുക. ആമേൻ. തക്ക സമയത്ത് വൈകിട്ടത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യുകയും പാടില്ല. അതിൽ ഒന്നിച്ചിരുന്ന് ആരാധിച്ച് പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തുവാൻ ഇടവരട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. We are blessed. We are really blessed. We are permanently blessed and highly favored. God bless you. God bless you. God bless you.